സ്നേഹപിതാവിൻ ഭവനമിതിൽ പരിശുദ്ധമാകും അൽത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹവിരുന്നിനായി. കാൽവരി മലയിലെ യാഗബലി അർപ്പിച്ചിടാം ഞങ്ങളണയുന്നു. ജീവിതഭാരവും സുഖവും ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹനാഥ. ജീവിതഭാരവും സുഖവും ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹനാഥ. സ്നേഹം നിറഞ്ഞവരെ, മംഗളവാർത്താ കാലത്തിൻ്റെ 2ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകമായിട്ട് തേടാം. പരിശുദ്ധ അമ്മ മംഗളവാർത്തയെ അനുസരിച്ചിട്ട് ജീവിതത്തിലുടനീളം മംഗളവാർത്തയായി തീർന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് സദ്വാർത്ത നൽകുന്നവരായിട്ട് തീരുവാനുള്ള കൃപ നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇന്ന് നമ്മളുടെ പാരിഷ് കൗൺസിൽ അംഗങ്ങളും പുതിയ കൈക്കാരന്മാർ വൈസ് ചെയർമാനുമൊക്കെ ചാർജ് എടുക്കുന്ന ദിവസമാണ്. ഏറെ സ്നേഹത്തോടുകൂടി അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും അവരെ ഓർത്ത് നമ്മളുടെ പള്ളിയുടെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് വന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മണവാളൻ എബി എബ്രഹാത്തിൻ്റെ നിയോഗം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ദിവ്യബലി നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ
രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രക്ഷാരഹസ്യത്തിന്റെ അനുസ്മരണവും ആഘോഷവുമായ കുർബാന യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരും സ്തുതിയിലുമെന്നെന്നും. അനവധ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എൻ്റെ സഹോദരരെ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന 7-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ
ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആകാശ് പ്രതിവദിച്ചു, ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ യേശയ്യാ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിനു മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. ദൈവമായ കർത്താവിന് സ്തുതി. സഹോദരരെയും ഹെബ്രായർക്കുള്ള പുസ്തകത്തിനുള്ള വായന 1-ാം അധ്യായം 1 മുതൽ 3 വരെയും 2-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ സ്വന്തമായി എടുത്ത് ദേവദൂതന്മാരെയല്ല, അബ്രഹാത്തിന്റെ സന്തതിയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സാദൃശ്യനാകേണ്ടിയിരിക്കുന്നു. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. സുവിശേഷ ഗീതികൾ പാടാൻ യേശുവിൻ സാക്ഷികളാകാൻ ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. ഇരുളകറ്റിടും വെളിച്ചം മുറിവുണക്കിടുന്ന തൈലം സുവിശേഷമാകുന്ന ദാനം ലോകത്തിലേകുവാൻ പോകാം. സുവിശേഷമാകുന്ന ദാനം ലോകത്തിലേകുവാൻ പോകാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. നിങ്ങളോടുകൂടെ അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1:26 മുതലുള്ള വാക്യങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും.
ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധിയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അമലോത്ഭവ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവം നേരുകയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പേര് മറിയം എന്നായിരുന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. മറിയം എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പ് എന്നാണ്. മറിയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കയ്പ് എന്നുള്ളതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രമുഖ സാഹിത്യ നിരൂപകനായിട്ടുള്ള KP അപ്പൻ മറിയത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇതാണ്: മധുരം നിന്റെ ജീവിതം. മധുരം നിന്റെ ജീവിതം. ഒരു ഹൈന്ദവനായിട്ടുള്ള വ്യക്തിയാണ് KP അപ്പൻ. പക്ഷെ മറിയത്തെക്കുറിച്ചിട്ട് മനോഹരമായിട്ടുള്ളൊരു പുസ്തകം മധുരം നിന്റെ ജീവിതം എന്ന പേരിൽ എഴുതി. കയ്പ് എന്നർത്ഥം വരുന്ന പേര് വഹിക്കുന്ന മറിയം, ആ മറിയത്തെക്കുറിച്ച് ലോകം ഓർമ്മിക്കുന്നത് മധുരതരമായിട്ടുള്ള ജീവിതമായിട്ടാണ്. പ്രിയമുള്ളവരെ, അതാണ് ഇന്നും നമ്മുടെ അൾത്താരയിൽ മറിയത്തെ നമ്മൾ ഇത്രത്തോളം വണങ്ങുന്നത്. അത്രത്തോളം കയ്പ് നിറഞ്ഞ ജീവിതത്തെ മധുരമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം മറിയം ദൈവത്തിൻ്റെ ഹിതത്തിന് സ്വയം വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ് അത്രത്തോളം മധുരതരമാക്കി ഈ കയ്പിനെ മാറ്റാനായിട്ട് മറിയത്തിന് സാധിച്ചത്. ഫ്രാൻസിസ് അസിസിയെക്കുറിച്ച് എഴുതപ്പെട്ടൊരു നോവലുണ്ട്. കസൻസാക്കിസാണ് എഴുതിയിരിക്കുന്നത്. ആ നോവലിൻ്റെ പേര് ഗോഡ്സ് പൗപ്പർ എന്നാണ്, ദൈവത്തിൻ്റെ നിസ്വൻ. ഈ നോവലിൽ ഫ്രാൻസിസ് ലിയോയോട് പറയുന്ന ഒരു വാചകം ഇതാണ്: ലിയോ, നമ്മളെക്കാൾ മുമ്പ് ഒരു പക്ഷേ ലൂസിഫർ സ്വർഗത്തിൽ പോകും. അപ്പോൾ ലിയോ ചോദിക്കുക, അതെങ്ങനെയാണ് ലൂസിഫർ സ്വർഗത്തിൽ പോവുക? പിശാചിൻ്റെ തലവനല്ലേ? പക്ഷേ ഫ്രാൻസിസ് അപ്പോൾ പറയുന്നൊരു കാര്യം ഇതാണ്: നമ്മളെക്കാളൊക്കെ ഒരുപാട് അന്ധകാരം ലൂസിഫറിൻ്റെ ഉള്ളിലുണ്ട്. അത് മുഴുവൻ അന്ധകാരമാണ്. ആ അന്ധകാരത്തെ എന്നെങ്കിലും ഒരു ദിവസം ഒരു പ്രകാശത്തിൻ്റെ ദ്യുതിയാക്കി മാറ്റാൻ ലൂസിഫർ ഒന്ന് ശ്രമിച്ചാൽ ദൈവം അതിന് ഒരുപാട് വില കൊടുക്കും എന്നുള്ളതാണ് ഫ്രാൻസിസ് പറയുന്നത്. അത്രത്തോളമുള്ള അന്ധകാരത്തെ ഒരു നിമിഷമെങ്കിലും ഒരു പ്രകാശത്തിൻ്റെ ദ്യുതിയാക്കി മാറ്റാൻ ലൂസിഫർ ഒരു ട്രൈ നടത്തി കഴിഞ്ഞാൽ ദൈവം ചിലപ്പോൾ ലൂസിഫറിനെ ആയിരിക്കും ആദ്യം സ്വർഗത്തിൽ കൊണ്ടുപോകുക. കാരണം അത്രയും അന്ധകാരമായിട്ടുള്ളൊരു മനുഷ്യൻ പ്രകാശിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം അത് കണ്ടില്ലെന്ന് നടിക്കില്ല എന്ന് ഫ്രാൻസിസ് പറഞ്ഞു വയ്ക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ അന്ധകാരമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ജീവിതത്തിൻ്റെ ഒരുപാട് കയ്പുകളുണ്ട്. പക്ഷെ എത്രത്തോളം ദൈവത്തിൻ്റെ മുമ്പിൽ ഈ കയ്പിനെ മധുരമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നു, എത്രത്തോളം സന്തോഷത്തോടുകൂടി ആ ജീവിതത്തെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുവോ, അല്ലെങ്കിൽ എത്രത്തോളം പാപകരമായ നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശത്തിലേക്ക് മാറ്റാനായിട്ട് ഞാൻ എന്ത് ട്രൈ ചെയ്യുന്നുവോ അതിനനുസരിച്ചിട്ട് ദൈവം നമുക്ക് പ്രതിഫലം നൽകും. ദൈവം അത്രത്തിൽ കരുണാമയനാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ നിരാശയുടെ പടുകുടിയിലേക്ക് വീഴാവുന്ന തരത്തിലുള്ള ഒരു ജീവിതം, നമ്മളൊക്കെ അനുഭവിക്കുന്ന 100 മടങ്ങ് നിരാശ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളൊരു ജീവിതത്തെ പരിശുദ്ധ അമ്മ പ്രകാശപൂരിതമാക്കി മാറ്റുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നും അൾത്താരയിൽ പരിശുദ്ധ അമ്മയെ വണങ്ങുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്: കയ്പില്ലാത്തൊരു ജീവിതവും ഇല്ല. കയ്പുള്ളത് തന്നെയാണ് ജീവിതം. അന്ധകാരമില്ലാത്തൊരു ജീവിതമില്ല. പാപത്തിൻ്റെ ലാഞ്ചനകളില്ലാത്ത ജീവിതമില്ല. പക്ഷെ എത്രത്തോളം അതിനെ പ്രകാശപൂരിതമാക്കാനായിട്ട് സാധിക്കുന്നുവോ, എത്രത്തോളം അതിനെ ഈ അന്ധകാരത്തിൽ നിന്ന് പടുത്തുയർത്താനായിട്ട് ശ്രമിക്കുന്നുവോ, ഒരു പ്രകാശത്തിൻ്റെ ഇത്തിരി വട്ടം തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നുവോ, അവിടെയാണ് ജീവിതം മഹത്വപൂർണമായിട്ട് മാറുന്നത്. അതുകൊണ്ട് നിരാശയിലേക്ക് വീഴാതെ നമ്മുടെ ജീവിതത്തെ എല്ലായ്പ്പോഴും പ്രകാശപൂരിതമാക്കാനായിട്ട്
പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മളെ മാതൃകയാക്കുക. നിറയെ കയ്പ് നിറഞ്ഞ ജീവിതത്തെ മധുരമുള്ള ജീവിതമാക്കി പരിശുദ്ധ അമ്മ മാറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ചിന്ത, നമ്മൾ ഇന്ന് മംഗളവാർത്തയാണ് വായിച്ചു കേട്ടത്. മംഗളവാർത്ത എന്ന് പറയുന്നത് സന്തോഷകരമായ വാർത്ത എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഈ സന്തോഷകരമായ വാർത്തകൾ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. സന്തോഷകരമായ വാർത്തകളുടെ ഒരുപാട് കുറവ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും വാർത്ത വെച്ചാലും മൊബൈൽ ഫോൺ തുറന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ്. ഏകദേശം 60% നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ നെഗറ്റിവിറ്റി ഉണ്ട് എന്നാണ് പറയപ്പെടുക. ഇവിടെ സന്തോഷകരമായ വാർത്തകൾ സൃഷ്ടിക്കേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. അതുകൊണ്ട് എങ്ങനെ ഈ സന്തോഷകരമായ വാർത്തകൾ ഉണ്ടാക്കണം? നമ്മുടെ ചുറ്റിനുമുള്ള മനുഷ്യർക്ക് സന്തോഷകരമായ വാർത്തകൾ സമ്മാനിക്കണമെന്ന് ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് സന്തോഷകരമായ വാർത്തകൾ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റണം. നമ്മൾ ഒരുപക്ഷെ 2-3 പേർ കൂടുന്ന ഇടത്തെല്ലാം പലപ്പോഴും സംസാരിക്കുന്നതും നെഗറ്റിവിറ്റി നിറഞ്ഞ കാര്യങ്ങളായിരിക്കാം. അതിൽ നിന്നൊരു മാറ്റം നമ്മൾ വരുത്തേണ്ടതുണ്ട്. കാരണം മനുഷ്യർ സന്തോഷകരമായ വാർത്തകളുടെ ദൗർബല്യം കൊണ്ട് വിഷമിക്കുകയാണ്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ നമ്മുടെ ചുറ്റിനുള്ള മനുഷ്യർക്ക് കൊടുക്കാൻ, പോസിറ്റീവായിട്ടുള്ള ചില സംസാരങ്ങൾ നമ്മൾക്കിടയിൽ എപ്പോഴും ഉണ്ടാകാൻ ബോധപൂർവം നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ബോധപൂർവം ശ്രമിക്കണം. നന്മ നിറഞ്ഞ വാർത്തകൾ പ്രചരിപ്പിക്കാൻ, നന്മ നിറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാൻ. പ്രിയമുള്ളവരെ, സന്തോഷകരമായ വാർത്തകൾ മറ്റുള്ളവർക്ക് സമ്മാനിക്കാനായിട്ട് മംഗളവാർത്ത നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാലാഖ നൽകുന്ന മംഗളവാർത്ത പോലെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷകരമായ വാർത്തകൾ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. മാലാഖ മറിയത്തോട് പറയുന്നൊരു കാര്യം ഇതാണ്: റിജോയസ്, സന്തോഷിക്കുക. എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ കണ്ടെത്തുവാനായിട്ട്, ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുവാനായിട്ടുള്ള ശ്രമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യബലി നമുക്ക് തുടരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവവുമായ അങ്ങേ ഏറ്റുപറയുവാനോ അങ്ങേ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രതിതിരിച്ചുകൊണ്ട് ദൈവമുഖത്തിന് പൂർണ്ണമായി വിധേയിക്കപ്പെടുകയും വചനമാകുന്ന ദൈവത്തിന് ഭൂമിയിൽ ജന്മം നൽകുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതൃകയിൽ വചനമാകുന്ന മിശിഹായെ ലോകത്തിൽ പ്രഘോഷിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും വചനം ഹൃദയത്തിൽ സംരക്ഷിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തെ പോലും വചനം ശ്രവിക്കുവാനും അതൊന്നനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദിമാതാവായ ഔവയുടെയും അനുസരണക്കേടും മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി ഞങ്ങൾ രക്ഷാകർമ്മം സ്വീകരിച്ച് പരിശുദ്ധ കന്യാമറിയത്തെ പോലും ഞങ്ങളും രക്ഷയുടെ പ്രത്യാശയുടെ ഉപകരണ തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഈശോയുടെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിക്കണമേ. തിരുഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും പരിശുദ്ധ അമ്മയോടൊപ്പം സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ
നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയിടാം ഈ വേദിയിൽ സ്വീകാര്യമാം ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാം. കാഴ്ചയേകിടാം ഇന്ന് പൂർണ്ണമായി നൽകാം. കാഴ്ചയേകിടാം ഈ വേദിയിൽ സ്വീകാര്യമാം ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാം. കാഴ്ചയേകിടാം ഇന്ന് പൂർണ്ണമായി നൽകാൻ. താതനുമതുപോലാത്മജനം ദിവ്യറുഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൂസേപ്പിനെയും സാദരമൂർത്തിയിടാ. പാവനം ഈ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലേവായി തറങ്കട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമീൻ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയും. അങ്ങയുടെ പുത്രന്റെ ശരീരരക്തങ്ങളാകുന്നു ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവം യോഗ്യരാക്കി. ഞങ്ങൾ അങ്ങേയ്ക്ക് സ്തുതിയും ബഹുമാനവും നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. സഹോദരരെ, മിശിഹയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെയുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരവരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരമരൂപികളുമായ ക്രൊവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഓശാന ഈശനു സദതം, ഓശാന ഓശാന ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഇഹ പരമഖിലവും അഖിലേശ്വര, മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശനു സദതം, ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ
കർത്താവ് ഞങ്ങളെ സമുദ്ധരിച്ചു മൃതരായ ജീവനുമേ പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു സർവസ്വവും ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ മുൻപിലാണ് സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്കു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികളായ പ്രേക്ഷിതർ, സന്യസ്തർ എന്നിവർക്കു വേണ്ടി ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവർക്കെല്ലാവർക്കും വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത അനേകർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്നു ഈ ദൈവജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോ നിയോഗങ്ങൾക്കു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ പുത്രന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും നന്ദിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെയിതാ താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ നമ്മുടെ
ദൈവമിതാ ഒരു ദൈവം തന്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു ഒരു ദൈവം തന്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു തന്റെ ജനത്തോടു കാട്ടിയൊരു പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയിൽ തന്റെ ജനത്തോടു കാട്ടിയൊരു പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയിൽ ഇന്നും തുടിക്കും നീ കൂദാശയിൽ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെയുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിനോട് രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയായതിനോട് സമീപിക്കാം. അനന്തമുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോടും കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്തു നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങൾ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശു ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസത്തോടെ ഞങ്ങൾ ഈ സമയം ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാവുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ രക്ഷകനായ മിശിഹായുടെ അക്ഷയമായ ശരീരവും അമൂല്യമായ രക്തവും സ്വീകരിക്കാം. സകലർക്കും വേണ്ടിയുള്ള മിശിഹായുടെ മരണത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. അവന്റെ ഉദ്ധാനത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. മാലാഖമാരോടുകൂടെ അവന് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താ എല്ലാ സ്ത്രീകൾക്കും മാതൃയായ മറിയമേ, നീ അനുഗ്രഹീതയാകുന്നു. നിന്റെ പുത്രനെ പ്രതി നിന്റെ നാമം മഹോന്നതമാകയാൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. സകലത്തിന്റെ നാഥനായ നിന്റെ പുത്രന്റെ മാതാവും ദാസിയുമാകുവാൻ യോഗ്യയായി തീർന്ന മറിയമേ, നീ ഭാഗ്യവതിയാകുന്നു. മാലാഖമാരോടുകൂടി നിന്റെ തിരുപുത്രനെ ഹല്ലേലൂയ പാടിക്കൊണ്ട് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ നിത്യജീവൻ നൽകട്ടെ.
ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവവും നിന്ദാനം, സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങിൻ മുൻപേ പോയാൽ ഭയമെവിടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തെ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോട് കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പങ്കൊള്ളുവാൻ യോഗ്യരായിട്ട് നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഔർണ്യമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
സ്നേഹം നിറഞ്ഞ ഒരു അറിയിപ്പുകൾ. കഴിഞ്ഞ ഞായറാഴ്ചയിലെ സ്തോത്ര കാഴ്ച 12,370 രൂപ. ഈ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ പള്ളിയുടെ പൊതുയോഗവും അതിനുശേഷം പുതിയ പാരിഷ് കൗൺസിലിൻ്റെ യോഗവും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ പുതിയ കൈക്കാരന്മാരായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവർ തേക്കാനത്ത് ജയേഷ്, പാറയ്ക്കൽ എബി. വൈസ് ചെയർമാൻ അതിനു മുൻപേ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് വാഴപ്പള്ളി ജോർജ് എന്നിവരാണ്. അവർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇന്ന് വൈകുന്നേരം ആലുവ സെൻറ് ഡൊമിനിക് പള്ളിയിൽ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആചരിക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാന, അതിനുശേഷം പട്ടണ പ്രദക്ഷിണവും ഉണ്ടായിരിക്കുന്നതാണ്. വികാരിയച്ഛൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. നോട്ടീസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, മുൻപിൽ വെച്ചിട്ടുണ്ട്. CML സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പുൽക്കൂട് മത്സരം യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് ഈ വർഷം നടത്തുന്നത്. യൂണിറ്റിലെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ആ യൂണിറ്റിൻ്റെ പുൽക്കൂട് നിർമ്മിക്കാവുന്നതാണ്. ഡിസംബർ 24 തീയതി വൈകിട്ട് 7 മണിക്ക് വിധി നിർണയത്തിന് വിധികർത്താക്കൾ നിങ്ങളുടെ ഈ പറയുന്ന യൂണിറ്റിൻ്റെ വിധി നിർണയത്തിനായിട്ട് എത്തിച്ചേരുന്നതാണെന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. ഡിസംബർ 25 തീയതി പാതിര കുർബാനയ്ക്ക് ശേഷം സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കരോൾ ഗാന മത്സരവും CML സംഘടനയുടെ നേതൃത്വത്തിലുള്ള ലക്കി ഡിപ്പും ഉണ്ടായിരിക്കുന്നതാണ്, അറിയിക്കുകയാണ്. ഡിസംബർ 28 തീയതി ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നമ്മുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള യുവജന സംഗമം നമ്മൾ നടത്തുന്നു. എല്ലാ യുവജനങ്ങളെയും അതിനകത്തേക്ക് പറഞ്ഞു വിടുവാൻ എല്ലാ മാതാപിതാക്കളും പ്രത്യേകമായിട്ട് ശ്രമിക്കണമെന്നല്ല, നിങ്ങളുടെ തന്നെ ആവശ്യമായിട്ടാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ആവശ്യമായിട്ട് യൂത്ത് പള്ളിയിൽ കയറുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ആ ദിവസം മറ്റെന്ത് പ്രോഗ്രാം ഉണ്ടായാലും അത് മാറ്റിവെച്ച് അതിൽ പങ്കെടുപ്പിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. യൂണിറ്റ് പ്രസിഡന്റുമാർ നിങ്ങളുടെ യൂണിറ്റിലുള്ള 18-നും 35 വയസ്സിനും ഇടയിലുള്ള യുവജനങ്ങളുടെ പേരും ഫോൺ നമ്പറും എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിലൊന്ന് നിങ്ങളൊന്ന് കളക്ട് ചെയ്ത് എന്നെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ മിഷൻ സൺഡേയോടനുബന്ധിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന തുകകൾ ഒന്ന് വായിക്കുകയാണ്. CML സംഘടന നടത്തിയ ബിരിയാണി ചലഞ്ചിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 1,05,000 രൂപയാണ്. വിമൻസ് വെൽഫെയർ നടത്തിയ ബ്രേക്ക്ഫാസ്റ്റ് ചലഞ്ചിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 17,607 രൂപയാണ്. കാറ്റഗിസം കുട്ടികൾ നടത്തിയ കളികളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അവർ നടത്തിയ കളികൾ അത് ഗെയിംസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന 5,355 രൂപയാണ്. അതുകൂടാതെ മറ്റൊരു ഡൊണേഷനായിട്ട് കൈക്കാരന്മാരുടെ അടുത്ത് വന്ന 2,000 രൂപ ഉണ്ടായിരുന്നു. പിന്നീട് ലേലം വിളിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 900 രൂപയാണ്. ടോട്ടൽ 1,30,862 രൂപയാണ് മിഷൻ സൺഡേയുടെ തുകയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. വിശദമായ കണക്കുകൾ നോട്ടീസ് ബോർഡിൽ ഇടുന്നതായിരിക്കും എന്നും കൂടി അറിയിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ കുർബാന തുടരാം. വിശുദ്ധ കുർബാനയുടെ തുടർന്ന ഉടനെ തന്നെ നമ്മുടെ പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഉണ്ടായിരിക്കും. നിങ്ങൾ ആരും തന്നെ, ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ പൊതുയോഗത്തിൽ സംബന്ധിക്കാതെ പോകരുത്. ഒരുപാട് നേരം നീണ്ടുപോകുന്നൊരു പൊതുയോഗം ആയിരിക്കില്ല. എല്ലാവരും സംബന്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ കുർബാന. മിശിഹായുടെ മാതാവാകുവാൻ പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ പെസഹ രഹസ്യത്തിൽ പൂർണ്ണമായി പങ്കുചേർന്ന പരിശുദ്ധ അമ്മയെ പോലെ മിശിഹാ രഹസ്യത്തിന്റെ ആഘോഷമായി കുർബാനയിൽ പങ്കുചേരാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമീൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെ സകലത്തെയും പവിത്രീകരിക്കുന്ന അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ചു ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണീയമായ ദാനത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. മിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്ത പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇതാ നിന്റെ അമ്മ എന്നരുൾ ചെയ്തുകൊണ്ട് മറിയത്തെ നമുക്ക് അമ്മയായി നൽകിയ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. തന്റെ ആവാസത്താൽ മറിയത്തെ കൃപാപൂരിതയാക്കിയ പരിശുദ്ധാത്മാവിന് നമുക്ക് കൃതജ്ഞതയർപ്പിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ സ്വർഗീയ കിരീടത്തിന് യോഗ്യമാകത്തക്ക വിധം ജീവിതത്തിൽ ജീവിക്കാനുള്ള
ഈ ദിവ്യരഹസ്യങ്ങൾ നിങ്ങൾക്ക് ശക്തി നൽകട്ടെ. കർത്താവിന്റെ സജീവമായ സ്നേഹമായാൽ നിങ്ങൾ എല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിലും നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കർത്താവിന്റെ കപടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഒരിക്കൽ കൂടി